1973 ഒക്ടോബർ 6 ജൂതന്മാരുടെ വിശുദ്ധ ദിനമായ യോം കിപ്പൂർ ദിവസം. സീനായിലൂടെ സൂയസ് കനാൽ വഴി ഈജിപ്ഷ്യൻ സൈന്യവും ഗോലാൻ കുന്നുകളിലൂടെ സിറിയൻ സൈന്യവും ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറി. കനത്ത ആക്രമണം. അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇരുട്ടിലായ കരയും കടലും വഴിയുള്ള മിന്നലാക്രമണത്തിൽ സ്തംഭിച്ചു പോയ ഇസ്രായേലിന് യാഥാർത്ഥ്യബോധത്തിലേക്ക് വരാൻ മണിക്കൂറുകളെടുത്തു. 24 മണിക്കൂറിനകം ഇസ്രായേൽ പ്രത്യാക്രമണം ആരംഭിച്ചു. US നൽകിയ ആയുധ ശേഖരത്തിൻ്റെ ബലത്തിൽ സൂയസ് കനാൽ വഴി ഈജിപ്തിലേക്കും ഗോലാൻ കുന്നുകളിലൂടെ സിറിയയിലേക്കും ഇസ്രായേൽ തിരിച്ചടിച്ചു. 1973 ഒക്ടോബർ 6 ആരംഭിച്ച് 3 ആഴ്ചയോളം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു അത്. പ്രധാന ആഗോള ശക്തികൾ യുദ്ധത്തിൽ പങ്കാളികളായി. അമേരിക്ക ഇസ്രായേലിനെ സൈനികമായി വളരെയധികം പിന്തുണച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ ഈജിപ്തിനും സിറിയയ്ക്കുമൊപ്പം നിന്നു. ഏകദേശം 3 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഒക്ടോബർ 25 UN മധ്യസ്ഥതയിൽ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 1978 ക്യാമ്പ് ഡേവിഡ് കരാറിലൂടെ സീനാ മേഖല പൂർണ്ണമായും ഈജിപ്തിന് തിരിച്ചു നൽകേണ്ടി വന്നു ഇസ്രായേലിന്. ഗോലാൻ കുന്നുകളിൽ കൈയടക്കി വെച്ച പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ പിന്മാറുകയും ചെയ്തു. 1979 സമാധാന കരാറിലൂടെ ഇസ്രായേലിനെ രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യ അറബ് രാജ്യവുമായി ഈജിപ്ത്. അന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇസ്രായേൽ അനുകൂല നിലപാടിനോട് ക്രൂഡ് ഓയിൽ ഉപരോധം കൊണ്ടാണ് എണ്ണ ഉൽപ്പാദക അറബ് രാജ്യങ്ങൾ മറുപടി പറഞ്ഞത്. 1973 ഒക്ടോബർ 17 ഓർഗനൈസേഷൻ ഓഫ് അറബ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിലെ അഥവാ OPEC-ലെ അംഗങ്ങൾ ഇസ്രായേൽ ചേരിയിലുള്ള രാജ്യങ്ങൾക്കെതിരെ എണ്ണ ഉപരോധം പ്രഖ്യാപിച്ചത് ചരിത്രമാണ്. US, നെതർലാൻഡ്സ്, ബ്രിട്ടൻ, ജപ്പാൻ, കാനഡ എന്നിവരെ ലക്ഷ്യമിടുന്നതായിരുന്നു ഉപരോധം. ഉപരോധം ആരംഭിച്ചതിന് പിന്നാലെ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കുന്നതായും അറബ് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു. പ്രതിമാസം ഇത്തരത്തിൽ 5% വരെ കുറയ്ക്കാനായിരുന്നു നീക്കം. ഇതോടെ ആഗോള രംഗത്ത് കടുത്ത എണ്ണക്ഷാമത്തിന് തുടക്കമായി. ഭൗമരാഷ്ട്രീയ ഉപകരണമായി ക്രൂഡ് ഓയിലിനെ നേരിട്ട് ഉപയോഗിച്ച ആദ്യ സന്ദർഭങ്ങളിലൊന്നായിരുന്നു ഇത്. പല വ്യാവസായിക സമ്പദ് വ്യവസ്ഥകളും ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയെ വളരെയധികം ആശ്രയിച്ചിരുന്നതിനാൽ ഇത് ആഗോള ഊർജ്ജ വിതരണത്തെ തകിടം മറിച്ചതായി കാണാം. 1970കളുടെ തുടക്കത്തിൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ എണ്ണയ്ക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധാനന്തരമുണ്ടായ വ്യാവസായിക വളർച്ചയിൽ ഗതാഗതം, ഉൽപ്പാദനം, വൈദ്യുതി എന്നിങ്ങനെയുള്ള മേഖലകളിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിരുന്നത്. ഇതോടെ ഇന്ധനത്തിലുള്ള ആവശ്യകതയും ഉയർന്നിരുന്നു. US ആഭ്യന്തര ഉൽപ്പാദനം കുറവായിരുന്നതിനാൽ പാശ്ചാത്യ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെയാണ് കൂടുതലായി ആശ്രയിച്ചിരുന്നത്. 1960 സ്ഥാപിതമായ പെട്രോളിയം കയറ്റുമതി സ്ഥാപനങ്ങളുടെ സംഘടനയായ OPEC വഴി എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ അവരുടെ വിഭവങ്ങളിൽ കൂടുതൽ നിയന്ത്രണം നേടാൻ തുടങ്ങിയിരുന്നു. 1970കളുടെ തുടക്കത്തിൽ ആഗോള എണ്ണവിലയും ഉൽപ്പാദനവും നിയന്ത്രിക്കാൻ മാത്രം OPEC കരുത്തരായിരുന്നു എന്ന് വേണം കാണാൻ. ഉപരോധവും ഉൽപ്പാദനം വെട്ടിക്കുറച്ചതും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിക്കാൻ കാരണമായി. മാസങ്ങൾക്കുള്ളിൽ ബാരലിന് ഏകദേശം $3 എണ്ണവില 4 ഇരട്ടിയായി. അതായത് $12 എണ്ണവില ഉയർന്നു. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രതിസന്ധികളിലേക്ക് വഴിതെളിച്ചു. ഇന്ധനവില കുതിച്ചുയർന്നതോടെ ഉൽപ്പാദന ചെലവും ചരക്ക് നീക്കത്തിനുള്ള ചെലവും വർദ്ധിച്ചു. ഇതോടെ യാത്ര മുതൽ ഭക്ഷണം വരെ സർവ്വ മേഖലകളിലും പ്രതിസന്ധി രൂക്ഷമായി. US-ൽ പെട്രോൾ സ്റ്റേഷനുകൾക്ക് മുൻപിൽ ഇന്ധനത്തിനായി മണിക്കൂറുകൾ നീണ്ട നിരകൾ രൂപപ്പെട്ടു. വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു. ഫാക്ടറികൾ അടച്ചുപൂട്ടി. അമേരിക്കയിൽ കാറുകൾ ഓടിക്കാൻ റേഷൻ ഏർപ്പെടുത്തി. യൂറോപ്പിൽ ഞായറാഴ്ചകളിൽ വാഹനങ്ങൾ നിരോധിച്ചു. ലോക സാമ്പത്തിക ക്രമം തന്നെ കീഴ്മേൽ മറിഞ്ഞ ആ കാലത്തെ ഓയിൽ ഷോക്ക് എന്നാണ് ചരിത്രം വിളിക്കുന്നത്. എണ്ണവിലയിലെ വർധനവിന് സമാന്തരമായി പണപ്പെരുപ്പവും കുതിച്ചുയർന്നു. രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായി. ഉയർന്ന പണപ്പെരുപ്പവും മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും ചേർന്ന ഈ സാഹചര്യം സ്റ്റാഗ്ഫ്ലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 1970കളുടെ മധ്യത്തിൽ പല വ്യാവസായിക സമ്പദ് വ്യവസ്ഥകളും മാന്ദ്യത്തിലേക്ക് വഴുതി വീണു. ഈ ആഘാതം ഗവൺമെൻറ്റുകളെ ഊർജ്ജ നയത്തിൽ പുനർവിചിന്തനം നടത്താൻ നിർബന്ധിതരാക്കി. ഇറക്കുമതി ചെയ്ത എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പലരും നിക്ഷേപങ്ങൾ ആസൂത്രണം ചെയ്തു. നയതന്ത്ര ശ്രമങ്ങൾക്കൊടുവിൽ 1974 മാർച്ചിൽ എണ്ണ ഉപരോധം അവസാനിപ്പിക്കുന്നതിലേക്ക് OPEC എത്തിച്ചേർന്നു. പക്ഷേ അത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിനും ശാശ്വതമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചാണ് അവസാനിച്ചത്. ഇന്ന് ഇറാൻ ഹോർമുസ് കടലിട കടച്ചാൽ അത് 1973 വലിയ അപകടമാകുമോ? അന്ന് OPEC രാജ്യങ്ങൾ ഉപരോധത്തിന് പിന്നിൽ ഒറ്റക്കെട്ടായിരുന്നു. ഇന്ന് ഇറാൻ ഒറ്റയ്ക്കാണ് ഈ ഭീഷണി മുഴക്കുന്നത്. സൗദി അറേബ്യയും UAEയും നിലവിൽ വിതരണം തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. 1973 ഇന്ധന ആവശ്യങ്ങൾക്ക് ലോകം കൂടുതലായി ആശ്രയിച്ചിരുന്നത് പശ്ചിമേഷ്യയായിരുന്നു.
എന്നാൽ ഇന്ന് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദകർ. റഷ്യയും ബ്രസീലും എണ്ണ ഉൽപ്പാദനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എങ്കിലും ഹോർമുസ് കടലിടുക്ക് വഴി വരുന്ന 20% എണ്ണ നിലച്ചാൽ ആ കുറവ് നികത്താൻ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1973 വിതരണം നിർത്തിവെക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് പാത തടസ്സപ്പെടുത്താനാണ് നീക്കം. ഇറാൻ്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ കടലിടുക്ക് അടഞ്ഞാൽ സൗദി, ഇറാഖ്, UAE, കുവൈത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ പുറം ലോകം കാണില്ല. ഇത് 1973 പോലെ വിപണിയിൽ പെട്ടെന്നുള്ള സ്തംഭനമുണ്ടാക്കാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗോൾഡ്മാൻ സാക്സിൻ്റെ കണക്ക് പ്രകാരം എണ്ണവില ബാരലിന് $150 കടന്നാൽ ലോകത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ലോകത്തെ 3ാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 60% വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഒരു ബാരലിന് $1 വില വർദ്ധിച്ചാൽ പോലും ഇന്ത്യയുടെ ബജറ്റ് താളം തെറ്റും. 1973 പോലെ ഒരു നീണ്ട പ്രതിസന്ധി ഉണ്ടായാൽ അത് ഇന്ത്യയെ വർഷങ്ങൾ പിന്നോട്ടടിക്കും. 1973 ഒരു മുന്നറിയിപ്പായിരുന്നു. എണ്ണയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയാൽ ലോകം എങ്ങനെ തകരുമെന്നതിൻ്റെ പാഠം.